ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, കാഴ്ച അവിടെ, ഇവിടെയല്ല. എനിക്കുള്ള കാഴ്ച ഇതാ. ഇതിനപ്പുറത്തേക്ക് എനിക്കിനി ഒരു കാഴ്ചയും കാണണ്ട. അവിടെ നമ്മള് മാത്രമല്ല കുളിക്കണേ. അവിടെ നമ്മൾ 3 പേരും അല്ലാതെ മറ്റൊരാളും കൂടി കുളിക്കും. അതാരാന്ന് പറയാ മക്കൾക്ക്? ഞാൻ പറയാം, അമ്മ. ഞാൻ ഇറങ്ങിയത് തന്നെ, കാത്തിരുന്നു. പറ്റില്ല. അമ്മ കുളിക്കണം, അമ്മ കുളിക്കണം, അമ്മ കുളിക്കണം. ആ അതെ, ചേച്ചിയമ്മയും കുളിക്കണം, കുളിക്കണം, കുളിക്കണം. മക്കളെ, അമ്മയും ചേച്ചിയമ്മയും ഒക്കെ അവിടെ കുളിക്കും. കുളിച്ചിട്ടേ നമ്മൾ അവിടുന്ന് മല കയറുള്ളൂ. ദേവിഷ്ണുട്ടാ, ഞാനൊന്നും ഇറങ്ങില്ലേ. എനിക്കുണ്ടല്ലോ വെള്ളച്ചാട്ടം പറയുന്നതേ പേടിയാ. ഇടൂ പേടിക്കണ്ടോ, കൂടെ ഞാനും കൂടാം. പിള്ളേർക്കൊരു സന്തോഷം, നമുക്കൊരു എൻജോയ്മെന്റ്. ഇങ്ങനെ സോപ്പൊക്കെ തേച്ച് കുളിച്ച് വന്നിട്ടേ. എടൂ, വെള്ളച്ചാട്ടത്തിൽ നല്ല രസമല്ലേ കുളിക്കാൻ? ഒന്ന് ആലോചിക്കേ, വെള്ളത്തിൽ ഇങ്ങനെ സോപ്പൊക്കെ തേച്ച്. ചുമ്മാ കളിക്കല്ലേ. ഒന്നാമത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതേ എനിക്ക് പേടിയാ. വെള്ളച്ചാട്ടം ഒന്ന് കേട്ടാ അതിലും പേടിയാ. ഇപ്പതേ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറക്കാനുള്ള പരിപാടിയാണ് അച്ഛന്റെയും മക്കളുടെയും തീരുമാനത്തിലെങ്കിൽ എനിക്ക് പിന്നെ ജില്ലാ കളക്ടർ എന്നുള്ള നിലയിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. അയ്യോ, കളക്ടറുടെ പോലീസ് അവിടെ ഓടിപ്പാഞ്ഞെത്തുമ്പോഴേക്കേ ഞങ്ങൾ അച്ഛനും മക്കളും കുളി കഴിഞ്ഞ അടുത്ത സ്ഥലം തപ്പിയിട്ടുണ്ടാവും. അല്ലടാ മക്കളെ? അല്ല പിന്നെ. ആ വിഷ്ണു അച്ഛാ, ഓ, യാത്ര സുഖകരമാക്കാൻ നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? ചേച്ചിയമ്മയും കൂടിക്കോ. അതെന്താ അങ്ങനെ? ഞാനും കൂടി കൂടിക്കോന്ന്? ഞാനും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ പാട്ടൊക്കെ പാടുന്ന ഒരാളാ. എന്തക്ഷരം പറഞ്ഞാലും ഞാൻ അപ്പ പാട്ട് പാടും. ഓഹോ, അത്രയ്ക്ക് വാശിയാണോ? ആഹാ, എങ്കി ഇറു. ഇറു ദേവരുമാരി കൈയിങ്ങനെ, അയ്യോ, കൈയിങ്ങനെ കെട്ടിപ്പിനൊരു വാക്കുണ്ടല്ലോ, അത് വെച്ചിട്ടൊരു പാട്ട് പാട്. അത് പിന്നെ മക്കളെ കേട്ടോ, കളക്ടറമ്മേ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു അക്ഷരം വെച്ചിട്ടുള്ള ഒരു പാട്ട് പാടാൻ പോവാ. അതൊന്നും പറ്റില്ല. ചുമ്മാ അത് അങ്ങനൊന്നും ഉണ്ടാക്കി പാടാനൊന്നും പറ്റില്ല. ഇപ്പം നിലവിലുള്ള പാട്ടുകളാണെങ്കിൽ അത് പാടാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു അക്ഷരം പറയാം. പറഞ്ഞോ. ശരി. വെച്ചിട്ട് എന്തോരം പാട്ടുണ്ട്? അതിപ്പം ഹാ വെച്ച് പാട്ടൊന്നുമില്ല. ഇതെന്തേത്? അയ്യേ, തോറ്റ. പറ വേഗം. ചേച്ചിയമ്മ തോറ്റു എന്ന് പറഞ്ഞ പാടുന്ന ആൾക്ക് പോയിന്റ് പോവേ. പാട് പാട് പാട്. ഇതിപ്പോ എങ്ങനെയാ ഒരു ഹാ വെച്ചൊരു പാട്ട്? പറ ഹാ വെച്ചിട്ട് പാട് പാട്. തോറ്റെങ്കിൽ തോറ്റു പറ. അയ്യയ്യേ, ഞാൻ പാടാം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹന ഹരിമുരളീരവം. വാ വാ വാ. അയ്യോ, വാ വെച്ചിട്ട് പാട്. വായ്പാട്ട് അല്ല, വായ്പാട്ടല്ല, വാ വെച്ചിട്ട് പാട്. വാ വെച്ച് പാട്. അയ്യോ, വാ 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 വെച്ച് ഇതിപ്പോ എങ്ങനെ പാടുക? അയ്യാ, ഇങ്ങനെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. കേട്ടോ, വാ വെച്ചിട്ടുള്ള പാട്ട്. വാ 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 മനോരഞ്ജിനി സുരാംഗിണി സൂപ്പർ സുരസുന്ദരി. ഓ നളചരിതം കഥയിൽ ദമയന്തിയോ കണ്വാശ്രമ മധുപാത്രമോ. വവ മനോരഞ്ജിനി സുരാംഗണി സുരാംഗണി സൂപ്പർ സുരസുന്ദരി.
ഹലോ അല്ല ഇതെന്താ വിഷമിച്ചിരിക്കണേ? ഇതെന്താ കരയാണോ? ഇതെന്തുവാ? അറിയില്ല. ഹലോ മാഡം, ഇതെന്തേ? എന്തുറ്റി? എന്റെ ശാലിനി, നമ്മൾ സന്തോഷിക്കാൻ വന്നതല്ലേ, കരയാൻ വന്നാണോ? വിഷ്ണുട്ടൻ അറിയോ, ഉള്ളിലുള്ള എന്റെ മോഹങ്ങള് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. എന്റെ വിഷ്ണുട്ടനെയും എന്റെ കുട്ടികളെയും എനിക്കായിട്ട് കിട്ടിയിരിക്കുക, എനിക്ക് മാത്രമായിട്ട് കിട്ടിയിരിക്കുക. ഇന്ന് ഈ ലോകത്തെ ഏതൊരു ഭാര്യയും സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാനെന്ന് സന്തോഷിക്കും. അതെ, നമുക്ക് ഇനിയും കുറേ ദൂരം പോവാണ്ട്. ഈ കരച്ചിലൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. എന്നാ വാ കേറ്, വാ ചെന്ന് വണ്ടി കേറ്. വിഷ്ണുട്ടാ, കേറ് കേറ്. അതെ, നിങ്ങളുടെ റൊമാൻസ് കാണാനാണോ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എടി ഭയങ്കരി, കേട്ടില്ല ഇവിടെ പറഞ്ഞേ? എന്ത് സാധനമാണ്? ശരി, ഇനി എന്തായാലും വെള്ളച്ചാട്ടത്തിന് മുന്നിൽ കൊണ്ടുപോയി നിർത്താവൂ. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. ഓ, ഉത്തരവ് മഹാപ്രഭു. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോ, നമ്മൾ ഇനി പൊന്മുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പോവാണ് കേട്ടാ. നമ്മളെ ഇനി കാത്തിരിക്കുന്നത് കാട്ടുപൂക്കളുടെയും മനോഹരമായ ചിത്രശലഭങ്ങളുടെയും വർണ്ണക്കാഴ്ചകളാണ്. എങ്ങനെയുണ്ട്? നമുക്കതേ കൺകുളിർക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ച് പോവാം. അതേ, കാഴ്ച അവിടെ, ഇവിടെ അല്ല. എനിക്കുള്ള കാഴ്ച ഇതാ. ഇതിനപ്പുറത്തേക്ക് എനിക്കിനി ഒരു കാഴ്ചയും കാണണ്ട. അച്ഛാ, ദേ നോക്ക്. ആ, പ്രകൃതി ഭംഗി കാണാൻ ഇറങ്ങിയതാണോ? ആ അതെ. അനുവാദം വാങ്ങിയോ?